ഹലോ, അപ്പം ഞാൻ ഇനി അങ്ങോട്ട് കുറച്ച് ക്രാഫ്റ്റും വോൾ ഡെക്കറും അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു റിബൺ വെച്ചിട്ട് സംഭവം ഒരു പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആണെങ്കിലും എനിക്കിത് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് തോന്നി. അപ്പോൾ എൻ്റെ വെറുതെ ഇരിക്കുകയാണ് കുറേ പൈപ്പ് ക്ലീനേഴ്സ്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ഇത് തന്നെ പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ഫുൾ കളേഴ്സ് ഇതിൽ ആഡും ചെയ്യാം, അടിപൊളിയായിട്ട് ചെയ്യുകയും പറ്റുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു പൈപ്പ് ക്ലീനർ എടുക്കുക. പൈപ്പ് ക്ലീനർ തന്നെ വേണം, അല്ലാതെ വേറൊന്നും പറ്റില്ല. ഇത് ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്ന പോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു സൈഡ് റിബൺ പോലെ ആക്കിയെടുക്കുക. അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ആക്കി ആ ഒരു സെക്കൻഡ് ആക്കിയതിൻ്റെ ബാക്കിയുള്ള ബാക്കിയുള്ള പൈപ്പ് ക്ലീനർ ഒന്ന് ബാക്കിലേക്ക് എടുത്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. അപ്പം ഒരു നോട്ട് അതിൽ വീഴും. ഇപ്പം അത് കഴിഞ്ഞ് നമ്മൾ തന്നെ ആ ഒരു സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനും കൊടുക്കുക. സംഭവം അടിപൊളിയായിട്ട് കിട്ടും. ഇതുപോലെ തന്നെ വലിച്ചൊക്കെ കൊടുത്താൽ നല്ല നീളത്തിലും വളഞ്ഞും അങ്ങനെയൊക്കെ കിട്ടും. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ്. ഒന്ന് ചെയ്ത് നോക്കണം. ഈ വോളിലൊക്കെ ഇങ്ങനെ തൂക്കിയിടുവാണല്ലോ, ശരിക്കും നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം ഞാൻ ഇതുപോലെ കുറേ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ ഓർത്തിട്ടാണ് ഒരെണ്ണം അല്ലാണ്ട് ഞാൻ ചെയ്ത് കാണിച്ചത്. അപ്പം ഇത് നമുക്ക് ഇനി ഇതുപോലത്തെ നൂലോ അല്ലെങ്കിൽ ഞാനിപ്പോൾ നൂല് വെച്ചിട്ടാണ് കുറച്ച് ചെയ്തത്. ഇത് രാത്രി ചെയ്തതാണ്. അത് ഇപ്പം ഞാൻ ഓർത്തു എൻ്റെ ആറ്റിനായിട്ടുള്ളൊരു ഗ്ലൂ ഗൺ വെച്ചിട്ട് ചെയ്യാമെന്ന്. അപ്പം അത് സക്സസ് ആവുന്ന തരത്തിലുള്ള പക്ഷേ നൂല് വെച്ചിട്ട് ചെയ്ത് ഇത്തിരി ടഫായിട്ട് എനിക്ക് തോന്നി. കാരണം അത് കെട്ടിയൊക്കെ ചെയ്തിട്ട് എന്താ പറയുക, ഇത്തിരി കടുപ്പമെന്ന് തോന്നി അങ്ങനെ മൊത്തം ചെയ്തെടുക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ വെച്ച് ചെയ്യുന്നത് 60 വോൾട്ടിൻ്റെ ഗ്ലൂ ഗണ്ണാണ്. അതൊന്ന് ഹീറ്റായിട്ട് നമുക്ക് ഗ്ലൂ അതിലേക്ക് സ്പ്രെഡ് ചെയ്യാം. ഒരുപാട് സ്പ്രെഡ് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ഡ്രോപ്പ് മാത്രം സ്പ്രെഡ് ചെയ്താൽ മതി. അപ്പം ഞാൻ ലൈറ്റ് ബ്ലൂ വെക്കാൻ ഓർത്തു. ഞാൻ ഇനി അത് മാത്രമേ വെക്കാത്തുള്ളൂ, ബാക്കി എല്ലാ കളേഴ്സും അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഗ്ലൂ ഈ കാണിക്കുന്ന പോലെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അത് നിന്ന് ഇങ്ങനെ വരും, ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് വരും. ആ സമയത്ത് നമുക്കത് ഇപ്പോൾ വീഡിയോ കാണിക്കുന്ന പോലെ കുറച്ച് അതിൻ്റെ ആ ഒട്ടിക്കേണ്ട സ്ഥലത്തൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് അനദർ റിബൺ എടുത്ത് അവിടെ ഒട്ടിക്കുക. അപ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്, ഇത് ഒട്ടുന്നില്ലടാ. ഞാൻ കുറേ തവണ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഞാൻ നഖമൊക്കെ വെച്ചിങ്ങനെ ഒന്ന് അടുപ്പിച്ച് നോക്കിയാൽ ഒട്ടുമെന്നൊക്കെ വിചാരിച്ചു. എവിടെ പൈപ്പ് ക്ലീനറും ഗ്ലൂ ഗണ്ണും തമ്മിൽ വൻ ശത്രുതയാണെന്ന് തോന്നുന്നു. ഒട്ടുന്ന പരിപാടിയില്ല. പിന്നെ ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ വീണ്ടും നൂലെടുത്ത് ഇറക്കി. ഇപ്പം നൂല് വെച്ച് കെട്ടുന്നതാണെങ്കിൽ ഈ ഒരു തുളയ്ക്കകത്തൂടെ ഇങ്ങനെ നൂലകത്തേക്കൂടെ ഇട്ടിട്ട് അപ്പുറത്തെ നൂല് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഇതുപോലെ ഉള്ളിലേക്ക് ഇൻസൈഡ് ചെയ്യുക. എല്ലാം ഒരു നൂല് തന്നെ ആയിരിക്കണം, അതായത് കട്ട് ചെയ്ത് എടുക്കരുത്. ഒരു നൂലിൻ്റെ അറ്റം ഇങ്ങനെ കോർത്ത് കൊണ്ടിരുന്ന പോലെ കൊണ്ടുവരിക. അത് ഈ സാധാരണ കെട്ടുന്ന പോലെ ഒരു കെട്ട് കെട്ടുക. അത് കഴിഞ്ഞ് കടുകെട്ട് കെട്ടുക. സപ്പോസ് ഇതെനിക്ക് അത്യാവശ്യം ഈസി ആയിട്ട് ഇത് കെട്ടി വീഡിയോ കാണിക്കാം എന്നുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഞാനൊന്ന് കെട്ടിക്കഴിഞ്ഞ് ഇതൊന്ന് സൂം ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ എനിക്കത് ഇത്തിരി കാണത്തില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇത് അത്യാവശ്യം എളുപ്പത്തിൽ തന്നെ കെട്ടിപ്പോയി. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് ഈ നൂല് വെച്ച് കിട്ടുന്ന ഇത്തിരി ടാസ്ക്കാണ്. നല്ലൊരു കളർ നൂലൊക്കെ തന്നെ എടുക്കുക. അധികം ട്രാൻസ്പെറൻ്റ് ആകുന്ന കളർ നൂല്, അധികം കാണാനൊന്നും പറ്റാത്ത കൂടെ നൂല്. പക്ഷേ രണ്ടാമത്തെ കെട്ടിനാണ് എനിക്ക് പണി കിട്ടിയത്. ഇവിടെ എനിക്ക് ഇനി അടുത്തത് കെട്ടണം. ഞാനൊരു പർപ്പിൾ അല്ലെങ്കിൽ യെല്ലോ എടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും നൂല് ഇതുപോലെ അങ്ങ് എടുക്കുകയാണ്. കത്രിയോ ബ്ലേഡൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ വലിച്ച് പൊട്ടിക്കേണ്ടി വരും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ പറയുമ്പോൾ ഇത്തിരി സ്പീഡിലാണ് സംസാരിക്കുന്നത്. എന്നോട് ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതുപോലെ വീഡിയോ കാണിക്കുന്ന പോലെ കെട്ടിയിടുക. അത് കെട്ടാൻ എനിക്ക് മിനിമം ഒരു 15 മിനിറ്റ്സ് എങ്കിലും എടുക്കും. കിട്ടിക്കഴിഞ്ഞ് ഞാൻ ബോളിൽ ഇങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. കാണാൻ ക്യൂട്ടായിട്ടുണ്ടല്ലേ. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് ക്രാഫ്റ്റിൽ കാണാം. ബൈ.